അമേരിക്കയുടെ ആത്യന്തികമായ സ്കീം ഓഫ് തിങ്സ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അമേരിക്ക ലൂസിങ് കൺട്രോൾ വേൾഡ് ഓവർ. G20 ഉൾപ്പെടെയുള്ള ക്രമത്തിലേക്ക് വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയുണ്ടായി. ഓൾറെഡി ഫേംലി എൻട്രഞ്ച്ഡായ ഇടങ്ങളിൽ നിന്ന് തങ്ങളുടെ പിടിയായിരുന്നുവോ? അതിൽ ഒന്നാണ് ഇപ്പോൾ ചോദിച്ച വെസ്റ്റ് ഏഷ്യ. ഈ കഴിഞ്ഞ 2 മാസം ഗൾഫ് രാജ്യങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടു. അതുകൊണ്ട് അമേരിക്കൻ സംരക്ഷണം ഉണ്ടായിരിക്കെ തന്നെ പാകിസ്ഥാനുമായി സൗദി അറേബ്യ സൈനിക കരാറിൽ ഏർപ്പെട്ടു എങ്കിൽ സൗദി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി വിതിൻ ദ അമേരിക്കൻ ഓർബിറ്റ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം അവസാനിക്കുമോ, സമാധാനം ഉടൻ തന്നെ നിലവിൽ വരുമോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും പ്രസക്തമായി തന്നെയുണ്ട്. പക്ഷേ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ ബാക്കിപത്രം ഗൾഫ് രാജ്യങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടലാണ് എന്ന് വ്യക്തമല്ലേ? സംരക്ഷണത്തിന് അമേരിക്ക നിൽക്കെ തന്നെ ഉക്രൈനുമായും പാകിസ്ഥാനുമായും ഒക്കെ സൈനികപരമായ കരാറുകളിൽ ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുന്നത് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലുള്ള വിശ്വാസക്കുറവല്ലേ കാട്ടുന്നത്? ഗൾഫ് പഴയ ഗൾഫല്ല എന്ന തിരിച്ചറിവ് ട്രംപിനുമുണ്ടെന്നാണ് വൈറ്റ് ഹൗസിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഗൾഫിലെ സ്വാധീനം കുറയുമോ എന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക അമേരിക്കയുടെ ഭാഗത്ത് ഉള്ളതുകൊണ്ടാണ് അമേരിക്ക വലിയ രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കുന്നത്. ട്രംപ് എന്ന വ്യക്തിയുടെ ജൽപ്പനങ്ങളെ മാറ്റി നിർത്തി അമേരിക്കയുടെ ആത്യന്തികമായ സ്കീം ഓഫ് തിങ്സ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അമേരിക്ക ലൂസിങ് കൺട്രോൾ വേൾഡ് ഓവർ. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ 2001 ഉള്ള അമേരിക്കയല്ല 2026 അല്ലെങ്കിൽ ശീതയുദ്ധ അനന്തരം 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി. ഏകധ്രുവ സംവിധാനം നിലവിൽ വന്നു. അമേരിക്ക മാത്രമായി മാറി ലോക വൻശക്തി. ചൈന ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. സോവിയറ്റ് യൂണിയൻ പോയി, അതിന് പകരം വന്ന റഷ്യ അമേരിക്കയുടെ ശത്രുതാ നിലപാട് സ്വീകരിച്ചില്ല. യെൽത്സിൻ്റെ റഷ്യ. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ഒരു തേർവാഴ്ചയായിരിക്കും ഇനിയുള്ള കാലത്ത് എന്ന രീതിയിലായിരുന്നു ലോകരാഷ്ട്രീയം പോയത്. അപ്പോൾ അവിടെ ഗൾഫ് രാജ്യങ്ങൾ പെട്രോ ഡോളർ റെജിമെനിൽ നിന്നും മാറില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പട്ടം പൊട്ടിയതുപോലാകും. സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? ഒരാശയക്കുഴപ്പമാണ്. ഇന്ത്യ സാമ്പത്തിക നവീകരണത്തിലേക്ക് നീങ്ങി, ഇക്കണോമിക് റിഫോംസ്, LPG പാക്കേജിലേക്ക് നീങ്ങി, വലിയ റിഫോംസാണ് ഇന്ത്യയിൽ നടന്നത്. ചൈനയിൽ ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടിരുന്നത് ആ സമയത്താണ്. അത് തീരെ ചെറിയൊരു ബിഗിനിങ്ങിൽ നിന്നും ഇന്ന് ചൈന 19 ട്രില്യൺ ഇക്കോണമിയായിട്ട് വളർന്നു. ഇതൊന്നും അമേരിക്ക മുൻകൂട്ടി കണ്ടതല്ല. ഇന്ന് അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ചൈനയ്ക്ക് കഴിയുന്നു. ഈ കളക്റ്റീവ്ലി യൂറോപ്യൻ യൂണിയൻ, അത് യൂറോ റെജിമൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. പല കാരണങ്ങളാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരം സഹായിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇടയ്ക്കൊരു കല്ലുകടി എന്ന നിലയിൽ ബ്രെക്സിറ്റ് സംഭവിച്ചു, എക്സിറ്റ് ഓഫ് ബ്രിട്ടൻ ഫ്രം യൂറോപ്യൻ യൂണിയൻ. അത് വലിയ തോതിൽ സിറിയൻ കുടിയേറ്റമൊക്കെ യൂറോപ്പിലേക്ക് ഉണ്ടായപ്പോൾ അത് ഡെമോഗ്രാഫിക് സ്പ്രെഡ് തന്നെ മാറിപ്പോകുന്നു. അതിൻ്റെ ഭാരം ചുമക്കാൻ തങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും മാറിയത്. പക്ഷേ ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾ വരുമ്പോൾ യൂറോപ്പും മാറി ചിന്തിക്കുന്നു. അതുമാത്രമല്ല, ആഫ്രിക്ക അപ്പോഴും ഒന്നും തന്നെ വലിയൊരു വൈബ്രൻ്റ് ഒരു പവർ യൂണിറ്റായി വരുന്നില്ല. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി വരുന്നില്ല. പക്ഷേ വെല്ലുവിളി വരുന്നതെല്ലാം തന്നെ ഏഷ്യൻ മേഖലയിൽ നിന്നും ആത്യന്തികമായി യൂറോപ്പിൽ നിന്നുമൊക്കെയാണ്. യൂറോപ്പിൻ്റെ സഖ്യം ഇപ്പോഴും തുടരുന്നു. നെയ്റ്റോ നിലവിലുണ്ട്. പക്ഷേ എക്കാലത്തെയും ഡിസിൻറ്റിഗ്രേറ്റഡ് ഒരു ലെവലിലാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കൻ അറ്റ്ലാന്റിക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമേരിക്ക, കാനഡ, വടക്കൻ അറ്റ്ലാന്റിക്കിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതൊക്കെ ചേർന്നതാണല്ലോ നെയ്റ്റോ. ഇപ്പം നെയ്റ്റോയെ ബാധ്യതയായി കാണുന്ന ട്രംപിൻ്റെ നിലപാട്, യൂറോപ്പിന് കഠിനമായ ടാരിഫുകൾ ഏർപ്പെടുത്തിയ ട്രംപിൻ്റെ ടാരിഫ് പോളിസി, ഗ്രീൻലൻഡ് അങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെൻമാർക്കിനെ ചൊടിപ്പിച്ചത്, അതുമാത്രമല്ല ട്രംപിൻ്റെ മറ്റ് ചില അനവസരത്തിലെ പ്രസ്താവനകളെല്ലാം തന്നെ യൂറോപ്പിനെ മാറി ചിന്തിപ്പിക്കുന്നു. ഇവിടെ ആത്യന്തികമായി അമേരിക്ക ഫിയർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദ ബിഗിനിങ് ഓഫ് ദി സ്ലൈഡ് ഹാസ് അറൈവ്ഡ്. ഒരു കൂമ്പാരത്തിന് പുറത്ത് ഒരു പീക്കിൽ എത്തി നിൽക്കുകയായിരുന്നു അമേരിക്ക ശക്തിയുടെ.
1991 തുടങ്ങിയ ഏകധ്രുവം അത് 2001 ആയി കഴിയുമ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്ന നിലയിലായി. പിന്നെ പതിയെ പല രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ വിവിധങ്ങളായ പ്രൊപ്പോർഷനിൽ ശക്തികളായി വരികയാണ്. G20 എന്ന സംഘടന വരുന്നു ഗ്ലോബൽ റിസേഷന് ശേഷം. ഇപ്പോൾ ഗ്ലോബൽ റിസേഷൻ വലിയൊരു ഷേക്കപ്പായിരുന്നു 2008. അതിനുശേഷം ലോകക്രമം മാറി മറിഞ്ഞു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസക്തി കുറയുകയും G20 ഗ്രൂപ്പ് ഓഫ് 20 ഇമ്പോർട്ടൻറ്റ് കൺട്രീസ്, അതിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, അമേരിക്ക, പഴയ എസ്റ്റാബ്ലിഷ് രാജ്യങ്ങളെല്ലാം G7 എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയൽ പവേഴ്സ് എല്ലാം ഉണ്ട്, പുതിയ രാജ്യങ്ങളും കൂടെ വരികയാണ്. അപ്പം അങ്ങനെ G20 ഉൾപ്പെടെയുള്ള ക്രമത്തിലേക്ക് വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയുണ്ടായി. ഓൾറെഡി ഫേംലി എൻട്രഞ്ച്ഡായ ഇടങ്ങളിൽ നിന്ന് തങ്ങളുടെ പിടിയായിരുന്നുവോ? അതിൽ ഒന്നാണ് ഇപ്പോൾ ചോദിച്ച വെസ്റ്റ് ഏഷ്യ. അതിൽ തന്നെ വെസ്റ്റ് ഏഷ്യയെ ഒരൊറ്റ യൂണിറ്റായി അമേരിക്ക കാണുമ്പോഴും ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയനാണ്. ആ വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ അമേരിക്കയ്ക്ക് എക്കാലത്തും ആശ്രയിക്കാവുന്ന ഒറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. എക്കാലത്തും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ആശ്രയിക്കാവുന്ന ഇസ്രായേൽ എക്കാലത്തും ആഗ്രഹിക്കാവുന്ന അമേരിക്കയാണെന്ന് പറഞ്ഞ പോലെ തിരിച്ചും അങ്ങനെയാണ്. മറ്റ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്ന GCC മേഖലയിലെ സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE, ഈ 6 രാജ്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ഒരു പെട്രോ ഡോളറിനെ അംഗീകരിച്ചുകൊണ്ട് പോവുകയാണ്. 1973 മുതലാണ് ഒരു പെട്രോ ഡോളർ എന്ന സങ്കല്പം തന്നെ ഉണ്ടാകുന്നത്. അതായത് ഡോളർ ടേംസിൽ മാത്രമേ ഗൾഫിൽ നിന്നും എണ്ണ കച്ചവടം ചെയ്യാവൂ. അങ്ങനെ ലോക കറൻസി എന്ന നിലയിൽ ഡോളറിൻ്റെ പ്രാമുഖ്യം നിലനിർത്താൻ ഗൾഫ് മേഖലയിലെ എണ്ണ വിൽപ്പന സഹായിക്കും. അങ്ങനെ ഒരു മ്യൂച്വൽ ബെനിഫിറ്റാണ്. അമേരിക്ക ടെക്നോളജി കൊണ്ടുവരും, അമേരിക്ക വലിയ രീതിയിൽ അവിടെ മുതൽ മുടക്കും. അപ്പോൾ ഇതൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പാണ് ഗൾഫ് രാജ്യങ്ങളും, അതായത് GCC മേഖലയിലെ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ. അപ്പം എണ്ണയ്ക്ക് ശേഷം എന്ത് എന്നതിന് ഉത്തരം പോലും അമേരിക്ക നൽകുകയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, ഞങ്ങളുടെ നാട്ടിലും പലയിടങ്ങളിലുമായി നിങ്ങൾക്ക് വൻ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. എണ്ണ വരുമാനം നിലച്ചു പോയാലും ഹൈഡ്രോ കാർബണിന് പകരം മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സുകൾ ലോകം കണ്ടെത്തിയാലും നിങ്ങൾക്ക് വീണ്ടും നിലനിൽക്കാനാവണം, അതിന് തങ്ങളുടെ സഹായം വേണം. അതുകൊണ്ട് അമേരിക്കൻ ബാങ്കുകളിലൊക്കെ വലിയ നിക്ഷേപങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാർക്കുള്ളത്. ഇതെല്ലാം തന്നെ ഏകാധിപത്യ ക്രമങ്ങൾ, രാജഭരണങ്ങളോ അല്ല എങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങളാണ്. ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയാവുന്ന രാജ്യങ്ങളില്ലല്ലോ ആ ഭാഗത്തെ. പക്ഷേ അതിൽ നിന്നും വേറിട്ട് കാണേണ്ടതാണ് ഇറാനെ. ഇറാൻ അമേരിക്ക ശത്രുത തുടങ്ങിയ 79 മാത്രമാണ്. അതിനു മുമ്പ് ശക്തമായ അമേരിക്ക സൗഹൃദ രാജ്യം തന്നെയായിരുന്നു ഷാ പഹലവി രണ്ടാമൻ്റെ ഭരണകാലത്ത്. അപ്പം അതുകൊണ്ട് ഷായെ മാറ്റി പുതിയ ഭരണകൂടം വന്നു, വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നു, ശക്തമായ അമേരിക്ക വിരോധം വന്നു. അന്ന് മുതൽ തന്നെ അമേരിക്ക അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി. ഇറാനെ ശത്രുവായി പെയിൻറ്റ് ചെയ്തുകൊണ്ട്, അത് ഇറാൻ്റെ ചെയ്തികളും അതിന് കാരണമാണ് കേട്ടോ, അങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ മേൽ അവരുടെ അരക്ഷിത അവസ്ഥ മുതലെടുത്തുകൊണ്ട് അനവധി താവളങ്ങൾ, സേനാ താവളങ്ങൾ എത്തിച്ചേർക്കുക അവിടെ. അതുമാത്രമല്ല, ഇറാനെ കാട്ടിക്കൊണ്ടും നേരത്തെ ഇസ്രായേലിനെ കാട്ടിക്കൊണ്ടും ഇവിടെ നിന്നെല്ലാം ഭീഷണിയുണ്ട്, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ലേശം ചിലവുണ്ടാകും. 2 കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ താവളമുറപ്പിക്കാൻ ഭൂമി തരണം, അതിനുമേൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കും, പക്ഷേ നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആയുധങ്ങൾ ഞങ്ങൾ തരാം. കണ്ട റഷ്യൻ ആയുധങ്ങൾ, ചൈനീസ് ആയുധങ്ങൾ ഒന്നും കയറി വാങ്ങിക്കളയരുത്. ഞങ്ങൾ നല്ല ഒന്നാന്തരം F-16, F-15 അല്ലെങ്കിൽ F-22 വിമാനങ്ങളൊക്കെ തരാം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കണം. എല്ലാവർക്കും സന്തോഷം. യുദ്ധമുണ്ടാകാത്തിടത്തോളം കാലം, സമാധാനമുള്ളിടത്തോളം കാലം GCC രാജ്യങ്ങൾ പെരുത്ത സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസം ഗൾഫ് രാജ്യങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടു. ഇനി എങ്ങനെ മുന്നോട്ട്? അവിടെയാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? നിലവിലുള്ള അമേരിക്കൻ താവളങ്ങളെ പടയടച്ച് പിണ്ടമക്കാനാവില്ല. അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അവരുടെ എണ്ണം കുറച്ചുകൊണ്ട് വന്നാൽ പോലും അതിനെ ഈ ഒരു സമയത്ത് അതിൻ്റെ ഒപ്റ്റിക്സ് എങ്ങനെ വർക്ക് ചെയ്യും എന്നറിയില്ല. ഇറാനുമായി ഒരു ധാരണ എത്തണമെങ്കിൽ കണ്ടീഷനായി പറയുന്നത് അമേരിക്കൻ താവളങ്ങൾ ഗൾഫിലുള്ളത് കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ സിംബോളിക്കായിട്ടെങ്കിലും അമേരിക്കൻ എക്സ്പോഷർ ടു GCC റീജിയൻ വിൽ ഹാവ് ടു കം ഡൗൺ. ഒരു സിംബോളിക് ജസ്റ്റർ എന്നുള്ള നിലയിലെങ്കിലും അതിനൊരു പക്ഷേ എങ്ങനെ വലിയേട്ടനായി അമേരിക്കയോട് പറയും. പക്ഷേ ധൈര്യപൂർവ്വം ഇത് പറയാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരു പക്ഷേ
യുദ്ധവിരാമം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇനി കൂടുതൽ യുദ്ധത്തിലേക്ക് തങ്ങളെ വലിച്ചിഴക്കരുത്, തങ്ങളുടെ മേൽ ഒരു മിസൈലും വീഴില്ല എന്നാണല്ലോ നിങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത്. പക്ഷേ ഇറാനിൽ നിന്നും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. അതൊക്കെ തന്നെ ധാഡ് സിസ്റ്റത്തിൻ്റെയും പേട്രിയോട്ടിൻ്റെയും സഹായത്തോടു കൂടി നിങ്ങൾക്ക് ചെറുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ വലിയ വില കൊടുത്ത് നിങ്ങളിൽ നിന്നും വാങ്ങിയെടുത്ത ഞങ്ങളുടെ തന്നെ പേട്രിയോട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വന്ന മിസൈലുകൾ ഞങ്ങളും തടുത്തു. പക്ഷേ കുറേ എണ്ണം വീണു, കുറേ എണ്ണം പൊട്ടിച്ചെതറി ഞങ്ങളുടെ എണ്ണ സംഭരണികളുടെ മുകളിൽ വീണു. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ ജനം ഭീതിയിലാണ്. അത് മാത്രമല്ല, ഒരു ബിസിനസ് ക്ലൈമറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് GCC മേഖലയിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ മാറും. കൂടുതൽ മുതൽ മുടക്കിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കണ്ണെറിയുമോ? അതോ നിങ്ങളുടെ മേഖലയായ അമേരിക്കയോട് ഗൾഫ് പറയാൻ സാധ്യതയുള്ളത്? നിങ്ങൾക്കിപ്പോൾ സ്നേഹം വെനിസ്വലയോടാണല്ലോ. വെനിസ്വല കയ്യിലായി കഴിഞ്ഞല്ലോ. വെനിസ്വലയിലേക്ക് വൻതോതിൽ നിക്ഷേപമെത്തും, അമേരിക്കൻ നിക്ഷേപമെത്തും, ടെക്നോളജി എത്തും, ഡ്രില്ലിംഗ് എത്തും, വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ മേൽ ഗൾഫ് എണ്ണയുടെ മേൽ അമേരിക്കൻ നിയന്ത്രണം ഉള്ളതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം വെനിസ്വലൻ എണ്ണയുടെ മേലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടാം തരം കൂട്ടുകാരായി മാറുകയില്ലേ? ഈ സംശയം അറബി രാജ്യങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു അന്തിമ കരാറൊക്കെ ഒപ്പിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൂടി അതിനകത്തെ അദൃശ്യ പങ്കാളികളാവണം എന്ന ചിന്തയാണിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളത്. ഒന്ന്, അവർക്ക് സുരക്ഷാ ഉറപ്പുകൾ വേണം. ഇറാനിൽ നിന്നും, ഇറാൻ അമേരിക്ക ഡീലിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാവില്ല. അതോടൊപ്പം ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാവില്ല എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ അമേരിക്ക പറയും, നിങ്ങൾ അബ്രഹാമിൻ്റെ പേരിൽ കരാർ ഒപ്പിടാൻ ഞങ്ങളാണല്ലോ പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് എബ്രഹാം വൈ ഡോണ്ട് യു എൻറ്റർ ഇൻ ടു ഡീൽസ് വിത്ത് ഇസ്രായേൽ? അപ്പോൾ പറയും, ജൂതരാജ്യത്തെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനാവുമോ? അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിൻ്റെ നിറം മാറില്ല എന്ന് എത്ര യുദ്ധങ്ങൾ ചെയ്തതാണ് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ. 1948-ലും 56-ലും 67-ലും 73-ലും ഒക്കെ യുദ്ധം ചെയ്തല്ലോ. ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ അധികം യുദ്ധമില്ലാതെ നിൽക്കുന്നു. പക്ഷേ നാളെ വിധം മാറിക്കൂടായികയില്ല. അതുകൊണ്ട് അവിടെ നിന്നും ഉറപ്പ് വേണം. അതുമാത്രമല്ല, ഹോർമൂസിലെ ഈ അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ആരാണ്? ഗൾഫ് രാജ്യങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കുന്നു, അമേരിക്കയോട് ചോദിക്കുന്നു, ലോകത്തോട് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം അമേരിക്കയുടെ ഫെബ്രുവരി 28-ലെ ആക്രമണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളല്ലേ ഹോർമൂസിൽ ഇരട്ടപ്പൂട്ട് വീണത്. ഒന്ന് ഇറാൻ്റെ വക ഉപരോധം, രണ്ട് അമേരിക്കയുടെ വക ഉപരോധം. രണ്ടും ചേർന്നപ്പോൾ ഹോർമൂസ് വഴിയുള്ള സുഗമമായ ഗതാഗതം നഷ്ടപ്പെട്ടു പോയില്ലേ? അതിനെ പുനഃസ്ഥാപിച്ചാൽ പോലും ഒരു കരാറിലൂടെ ഇറാനും അമേരിക്കയും തമ്മിൽ ആത്യന്തികമായി ഒരു കരാറിലെത്തുന്നു എന്ന് കരുതുക. ആ കരാറിലൂടെ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ പോലും പൂർണ്ണ രീതിയിൽ ഉത്പാദനം റെഡിയാവുകയും വിതരണം റെഡിയാവുകയും ചെയ്യാൻ വർഷങ്ങൾ എടുത്തേക്കാം. ഖത്തറൊക്കെ പറയുന്നത് 5 വർഷമെങ്കിലും എടുക്കും അവരുടെ ഗ്യാസ് പ്ലാന്റുകൾ പൂർവ്വ സജ്ജമാകാനും പഴയപടി നാച്ചുറൽ ഗ്യാസിൻ്റെയും LPGയുടെ LNGയുടെയും വിതരണം നടക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഖത്തർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. കുവൈത്തിനും UAEക്കും ഒക്കെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരം ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കന്മാർ, UAEയുടെ നേതാക്കന്മാർ ഇപ്പോൾ ഇറാനിൽ നിന്നും ഏറെ താടനം ഏറ്റുവാങ്ങേണ്ടി വന്നു, മിസൈലുകളുടെ രൂപത്തിലും ഡ്രോണുകളുടെ രൂപത്തിലും. എങ്കിലും കഴിഞ്ഞ ദിവസം ദ ലീഡർഷിപ്പ് ഓഫ് UAE, ദ വൈസ് പ്രസിഡന്റ് ടോക്ക് ടു ഇറാനിയൻ പാർലമെൻറ്റ് സ്പീക്കർ. ഈ ചർച്ച നടക്കുന്നുണ്ട് അവിടെ. ഇപ്പം പരസ്പര യുദ്ധത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തലാണെങ്കിൽ പോലും സൗദി അറേബ്യയും ഇറാനും തമ്മിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർ തമ്മിലൊരു കരാറുണ്ടല്ലോ, മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ എത്തിച്ചേർന്നൊരു കരാറുണ്ടല്ലോ. ആ വ്യവസ്ഥകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവർ തമ്മിലും ചർച്ചകൾ നടത്തുന്നുണ്ട്. സമാന്തരമായി ഗൾഫ് രാജ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഈജിപ്റ്റ് ആ മേഖലയിൽ സ്വല്പം മാറിയാണ്, ആഫ്രിക്കയിലാണ്. ഈജിപ്തും സൗദിയും എന്തിന് ഈ യൂറോപ്യൻ രാജ്യം കൂടിയായ, ഏഷ്യയിൽ യൂറോപ്പിലുമായി കിടക്കുന്ന തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ സെൻട്രിക് പീസ് പ്രോസസ്സിൻ്റെ ഭാഗമായി കൂടുതൽ കൂടിയാലോചനകൾ നടക്കുന്നു. എന്തിനു വേണ്ടിയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കരാറിലേർപ്പെട്ടത്? അമേരിക്കയുടെ സംരക്ഷണം മതിയാവും എങ്കിൽ അതിനാവശ്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അമേരിക്കൻ സംരക്ഷണം ഉണ്ടായിരിക്കെ തന്നെ പാകിസ്ഥാനുമായി സൗദി അറേബ്യ സൈനിക കരാറിൽ ഏർപ്പെട്ടു എങ്കിൽ സൗദി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി വിതിൻ ദ അമേരിക്കൻ ഓർബിറ്റ്. വേണമെങ്കിൽ വാദിക്കാം, പാകിസ്ഥാനെ തന്നെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്, അതുകൊണ്ട് പിന്നെ പാകിസ്ഥാനുമായി കരാർ ഒപ്പിടാൻ അമേരിക്കയുടെ താല്പര്യമാണ്, അതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു വെക്കാം. പക്ഷേ അത് പൂർണ്ണമായി ശരിയല്ല.
സൗദി അറേബ്യയും തുർക്കിയും തമ്മിൽ ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അർജൻ ഖഷോഗിയുടെ വധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അയൺ ഔട്ട് ചെയ്ത് തുർക്കിയുമായി സൗദി അടുക്കുന്ന കാഴ്ചയും കാണുന്നു. കാരണം തുർക്കി ഒരു നെയ്റ്റോ സഖ്യരാജ്യമാണ്. പക്ഷേ പലപ്പോഴും നെയ്റ്റോയുടെ മൊത്തം സ്കീമിൽ നിന്നും വേറിട്ട ചില ചിന്തകൾ തയ്യിബ് എർദോഗാൻ എന്ന തുർക്കിഷ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തുർക്കി കൂടുതലും താല്പര്യമെടുക്കുകയാണ്. ഒരു മേഖലാ പ്ലെയറായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന തുർക്കി താല്പര്യമെടുക്കുകയാണ്. ഈജിപ്തും കാര്യമായ മുൻകാലങ്ങളിലൊക്കെ നയതന്ത്രപരമായി ഏറെ സാധ്യതകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. അതുമാത്രമല്ല, ഈജിപ്തും ഇസ്രായേലും തമ്മിലാണ് 1978 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിലൂടെ ആദ്യമായി അറബി ലോകവും ജൂതരാഷ്ട്രവും തമ്മിൽ സൗഹൃദത്തിലാകുന്നത്, കരാറിലേർപ്പെടുന്നത് ഈ ഇസ്രായേൽ ആൻഡ് ഈജിപ്റ്റാണ്. ബെറച്ചും ബെഗിനും അൻവർ സാദത്തും തമ്മിൽ എത്തിച്ചേർന്ന കരാറാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ ഒരു മെല്ലപ്പോക്കിലേക്ക് നീങ്ങുകയാണെങ്കിലും തങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന GCC എണ്ണ സമ്പന്നമായ GCC രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വിഷയഭവിച്ചത്.